ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ് കാണിക്കാനാണ് കേട്ടോ. ഈ പുഡിങ് ഈ പരുവത്തിൽ കിട്ടിയത് ഞാൻ മുട്ട ചേർത്തിട്ടില്ല, ജലാറ്റിൻ ചേർത്തിട്ടില്ല, അഗർ അഗർ ചേർത്തിട്ടില്ല, ചൈന ഗ്രാസ് ചേർത്തിട്ടില്ല, ജെല്ലി ആക്കാൻ വേണ്ടുന്ന ഒരു സാധനവും ഞാൻ ചേർത്തിട്ടില്ല. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലൊരെണ്ണം എന്ന് പറഞ്ഞത് ഇഞ്ചിയാണ്. അതാണ് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം പാല്, ജിഞ്ചർ, പിന്നെ പഞ്ചസാര. ഇത് മൂന്നുമാണ് ആവശ്യം. അപ്പോൾ ഈ ഇഞ്ചി ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ നോർമൽ ഗ്രേറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് ചെയ്തെടുത്തോ. അപ്പോൾ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ജ്യൂസാണ് വേണ്ടത് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം നമുക്ക് ചെയ്ത് നോക്കാം, സക്സസ് ആവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ആ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ സക്സസ് ആയി. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് പാലെടുത്തു. ആ പാല് അടുപ്പിൽ വെച്ച് ചൂടാക്കണം എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് വരുന്ന പരുവത്തിലാണ് ഞാൻ എടുത്തത്. ശരിക്കും തെർമോമീറ്റർ വെച്ചിട്ട് 80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ തെർമോമീറ്റർ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. സൈഡിൽ നിന്ന് ചെറുതായിട്ട് പത വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത ആ 1.5 ടേബിൾ സ്പൂൺ ജ്യൂസിലേക്ക് ഈ ഒരു ഗ്ലാസ് പാലൊഴിച്ചു. പാൽ നമ്മൾ അടുപ്പിലിരിക്കുമ്പോൾ തന്നെ 2 സ്പൂൺ പഞ്ചസാര ചേർത്താണ് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അത് ഡിസോൾവ് ആയി വന്നതിന് ശേഷമാണ് നമ്മൾ ജിഞ്ചർ ജ്യൂസിലേക്ക് ഒഴിക്കുന്നത്. അതിന് ശേഷം പിന്നെ ഇളക്കാൻ പാടില്ല. അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ കിട്ടും. പിന്നെ ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പിടിച്ചാണ് നോക്കുന്നത് കേട്ടോ. ഇത് സെറ്റ് ആവും എന്നുള്ളത് എനിക്ക് ഒരു വിശ്വാസം ഇല്ലെന്ന് വെച്ചാൽ 10 മിനിറ്റിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. കറക്റ്റ് നല്ല പരുവത്തിന് കിട്ടിയ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ആണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല. നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയുടെ ടേസ്റ്റൊന്നും അറിയില്ല. ചെറിയൊരു ഫ്ലേവർ മാത്രമേ കാണുള്ളൂ. നല്ല ടേസ്റ്റാണ്. മധുരം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.